ഒരു സിമ്പിൾ സെറ്റപ്പിൽ ഒരു ജാർ അക്വേറിയം ഉണ്ടാക്കിയാലോ? അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജാർ അക്വേറിയം അല്ല, ഒരു സിമ്പിൾ സെറ്റപ്പാണ്. ഇതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ. ഇതിന് വേണ്ടത് ആദ്യം ഒരു ജാർ എടുക്കണം, എന്നിട്ടത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം. അതിൻ്റെ ബേസിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ജാറാണ്. അതിൽ ഞാൻ ഇത്തിരി വലിയ ജാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു ബേസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് സാൻഡാണ്, ഗ്രേവൽ ടൈപ്പാണ്. ഇത് ഒരുപാട് ഫൈനല്ല, കുറച്ച് ഗ്രേവൽ ടൈപ്പാണ്. കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുണ്ടാവും അക്വേറിയം, അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പുറകിലേക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ഫ്രണ്ടിൽ കുറച്ച് കുറയ്ക്കുക, അപ്പോൾ ഒരു ഡെപ്ത് ഫീൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യുന്നത്. പുറകിലേക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടുക, ഫ്രണ്ടിലേക്ക് കുറച്ച് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. ഇത് ഞാൻ വാങ്ങിച്ചതാണ് അക്വേറിയം ഷോപ്പിൽ നിന്ന്. ഒരു 4 ഒരുപാടൊന്നും യൂസ് ചെയ്യരുത്, കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ, മിനിമലായിട്ട്. അപ്പോൾ അത് നമുക്ക് ഏത് ആംഗിളിൽ വേണോ അതിൻ്റെ ഭംഗിക്കനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇന്ന പോലെ തന്നെ വെക്കണം എന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വെക്കാം. അത് ഇപ്പം എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ അത് വെച്ചിരിക്കുന്നത്, ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു കേവ് പോലെയെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. കാരണം ബീറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു കേവ് പോലത്തെ ഒരു സെറ്റപ്പ്. ഏകദേശം ആയിട്ടുണ്ട് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ഡ്രിഫ്റ്റ് ഔട്ട് പീസ് ഉണ്ട്, ഞാൻ പഴയ അക്വേറിയത്തിൽ നിന്ന് എടുത്താണത്. കുഴപ്പമില്ല, അത് കുറച്ച് ഭംഗിയുള്ളതാണത്. അതുകൊണ്ട് അതും വെച്ചു. നമുക്ക് ഇഷ്ടാനുസരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ കയ്യിൽ ഹോൺ വാട്ട് എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്, ഒരു പ്ലാന്റ്. ഗ്രാവലിൽ പിടിപ്പിക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഞാനൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രാവലിലാക്കി വെച്ചിരിക്കുന്നത്. അത് ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ്, അതിന് വേരൊന്നുമില്ല, റൂട്ട്ലെസ് പ്ലാന്റ് ആണ്. ഞാൻ ഒരു കവറൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലും കലങ്ങും, കുറച്ച് കുഴപ്പമില്ല, എന്നാലും അത്ര കലങ്ങില്ല. പിന്നെ ഡക്ക് വീഡ് ഉണ്ട്, ഇത് ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ്. ഇത് നിറയും, കുറച്ചിട്ടാൽ മതി, അപ്പോൾ അതൊക്കെ നിറഞ്ഞോളും. കാരണം കുറച്ച് ഫ്ലോട്ട് ചെയ്യുന്ന പ്ലാന്റ് ഷെയ്ഡ് കിട്ടും. ഈ ബീറ്റയ്ക്ക് നല്ല യൂസാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം ക്ലോറിൻ നമ്മൾ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യണം. അതുകൊണ്ട് ക്ലോറവേ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഒരുപാട് കോൺസെൻട്രേഷൻ ആവാൻ പാടില്ല ഇതിന്. പിന്നെ ഈ പ്ലാന്റിന് വേണ്ടിയിട്ട് പ്ലാന്റ് ഫുഡ് എന്നൊരു ഇതുണ്ട്, അതിൻ്റെ ഡോസേജ് കൂടുതൽ ഒഴിക്കാൻ പാടില്ല. ലൈറ്റായിട്ട് ഞാൻ 2 തുള്ളി 3 തുള്ളി ഒഴിക്കുന്നുള്ളൂ ഇതിൽ. കുറച്ച് ഒഴിച്ചാൽ മതി. യെസ്. പിന്നെ അക്വേറിയം ക്ലിയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതിനും കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു ബ്ലൂ കളർ ബേസാണത്, നമ്മുടെ മിസ്റ്റർ ബ്ലൂ പോലെ തന്നെയാണ്. ഇതും കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. ഇത് നല്ല ക്ലാരിറ്റി കൊടുക്കും നമ്മുടെ വെള്ളത്തിന്. യെസ്, നൈസ്. കുറച്ച് ഒഴിച്ചാൽ മതി. കുറെ കഴിഞ്ഞിട്ട് വരണം, ഇപ്പം തന്നെ മീൻ ഇറക്കാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞ് വരാം. ലൈറ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൻ്റെ ക്ലിപ്പ് എന്തോ ലൂസാണ്. പുതിയത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്, പക്ഷേ അതിന് ക്ലിപ്പ് പോരാ. അപ്പോൾ എന്തായാലും അത് ക്ലിപ്പ് എന്തായാലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് കൈ കൊണ്ടൊക്കെ തൊട്ടിട്ടുണ്ടാവില്ല, അപ്പോൾ ഗ്ലാസ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലോണം തുടച്ചെടുക്കാം. ഓക്കെ, ചെടികളുടെ കുറച്ച് ഇലകളൊക്കെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. കുറേ കഴിഞ്ഞ് വന്ന് ഞാൻ ഈവനിങ് വന്ന് നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് വെള്ളം. ഇതാണ് നമ്മുടെ ബീറ്റ ഞാൻ ഓൾറെഡി അക്ലിമേറ്റഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ വെള്ളമായിട്ട് ഈ വെള്ളം സെയിം ടെമ്പറേച്ചർ ആക്കുന്ന ഒരു രീതിയുണ്ട്, അത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അതിന് പിടിച്ചിടാം നമുക്ക്. ഓക്കെ, ഇതാണ് മിസ്റ്ററി സ്നെയിൽ. നമ്മുടെ ഓർഗാനിക് വേസ്റ്റ് ഉണ്ടാവില്ലേ, അതെല്ലാം അത് കൺസ്യൂം ചെയ്യും. അതുപോലെ തന്നെ ലെഫ്റ്റ് ഓവർ ഫുഡ്സ്, നമ്മൾ ഇടുന്ന ഫുഡ് കൂടിക്കഴിഞ്ഞാൽ ഇത് കഴിച്ചോളും. അതുപോലെ തന്നെ ആൽഗെ ഉണ്ടാവുന്ന അതും ക്ലീൻ ചെയ്ത് വയ്ക്കും. വീക്ക്ലി നമ്മൾ എന്തായാലും ഒരു 30 to 50% നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കണം. ഫീമെയിൽ ബീറ്റ സ്പ്ലെൻഡൻസ്
ഇതൊരു പ്ലക്കാർഡ് ടൈപ്പാണ്, ഫീമെയിലാണ്. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഈ ബീറ്റേനെ ഒരിക്കലും നമ്മൾ ചെറിയൊരു സെറ്റപ്പിൽ ഇടാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് മിനിമം 5 gallon മിനിമം വേണം. നൈറ്റ് വ്യൂവിൽ കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട് ഈ ബീറ്റേനെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, നമ്മുടെ സ്നെയിലും കുറച്ച് എണീക്കാൻ തുടങ്ങി. ബീറ്റയുടെ ബിഹേവിയർ വെച്ച് ഈ ജാറിലത് ഓക്കെയാണ്. എന്തെങ്കിലും അതിന് പ്രശ്നമാവുകയാണെങ്കിൽ ഞാൻ അതൊരു ടെമ്പററി സെറ്റപ്പായിട്ട് അപ്പോൾ വെച്ചിരിക്കുന്നത്. പിന്നീട് ഞാനത് മാറ്റും, വലിയ ടാങ്കിക്ക് ഒരു 5 gallonലേക്ക് മാറ്റും ഞാൻ.